നമ്മുടെ വീട്ടിലെ കണക്റ്റഡ് ലോഡും ഉപയോഗവും 5 കിലോവാട്ടിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും 3 ഫേസ് ആക്കേണ്ട ആവശ്യമില്ല. 2 മാസത്തിൽ 5000 രൂപയിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് വന്നു തുടങ്ങുകയോ അല്ലെങ്കിൽ 5 കിലോവാട്ടിന് മുകളിൽ കണക്റ്റഡ് ലോഡ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുകയോ ചെയ്താൽ KSEB ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട് 3 ഫേസിലേക്ക് മാറാൻ സജസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ 5 കിലോവാട്ടിന് മുകളിൽ കണക്റ്റഡ് ലോഡുള്ള ഒരു വീട്ട് സിംഗിൾ ഫേസിലാണ് തുടരുന്നത്, 3 ഫേസിലേക്ക് അവർ മാറിയില്ലെങ്കിൽ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. ഒന്നാമത്തെ നഷ്ടം യൂണിറ്റ് ലോസ് ആണ്. അതിന്റെ റീസൺ 4 സ്ക്വയർ mm കേബിൾസ് ആയിരിക്കും മുൻപ് കാലത്തെല്ലാം KSEB ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ 3 ഫേസിലോട്ട് മാറുമ്പോൾ 6 സ്ക്വയർ mm കേബിൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കാരണം നമ്മളെ വീട്ടിലുള്ള AC, ഫ്രിഡ്ജ്, ഫാൻ, മോട്ടർ എല്ലാ എക്യുപ്മെന്റ്സിന്റെയും ലൈഫ് സ്പാൻ കുറയും. ലൈഫ് സ്പാൻ കുറയും മാത്രമല്ല, AC, ഫ്രിഡ്ജ് മുതലായ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ കംപ്രസറിന്റെ ലൈഫ് സ്പാൻ വളരെയധികം ബാധിക്കും. എയർ കണ്ടീഷണറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂളിങ്ങും കുറയും. ഉദാഹരണം പറഞ്ഞാൽ പ്രോപ്പർ വോൾട്ടേജ് ഇല്ലാത്തൊരു സാഹചര്യം, ഒരു 30 മിനിറ്റ് കൊണ്ട് മുഴുവനായി നിറയേണ്ട ഒരു വാട്ടർ ടാങ്ക് 40-50 മിനിറ്റ് എടുത്തായിരിക്കും മുഴുവനായിട്ട് നിറയുക. അപ്പോൾ അത്രയും വോൾട്ടേജ്, അത്രയും യൂണിറ്റ് നമുക്ക് നഷ്ടമാവുകയും അത്രയധികം നേരം നമ്മളുടെ മോട്ടോർ വർക്ക് ചെയ്യേണ്ടിയും വരും. ഇനിയിപ്പോൾ ഇലക്ട്രിക് ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ വീട്ടിൽ കാറൊക്കെ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ 3.3, 7.4 കിലോ വാട്ടിൻ്റെയൊക്കെ ചാർജർ മാത്രമേ നമുക്ക് സിംഗിൾ ഫേസിൽ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. 11 കിലോ വാട്ട് അല്ലെങ്കിൽ 22 കിലോ വാട്ടിൻ്റെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഫേസ് കണക്ഷൻ മസ്റ്റാണ്. ഈ ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 5 കിലോ വാട്ട് വരെ നമുക്ക് സിംഗിൾ ഫേസിൽ ഇൻസ്റ്റാളേഷൻ സാധിക്കുകയുള്ളൂ. കിലോ വാട്ടിന് മുകളിലുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 3 ഫേസ് വേണം. നമ്മൾ 3 ഫേസ് ആക്കാതെ ഇത്തരത്തിലുള്ള എല്ലാ ലോഡുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്കർ ഇടയ്ക്കിടെ ട്രിപ്പ് ആവാനും അതുമാത്രമല്ല ഫ്യൂച്ചറിലേക്കുള്ള അപ്ഗ്രേഡിങ്ങും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 3 ഫേസിലോട്ടുള്ള കൺവേർഷൻ വളരെ സിമ്പിളാണ്. നമ്മുടെ സർവീസ് വെയർ മാത്രം മാറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തെ സമയം 5000 രൂപയെ താഴെ മാത്രമേ നമുക്ക് ചിലവും വരുള്ളൂ. ഇനിയിപ്പോൾ പോസ്റ്റൊക്കെ മാറ്റേണ്ടി വരിക, കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് കൂടുതലധികം കേബിൾ വലിക്കേണ്ടി വരികയൊക്കെ ചെയ്താലാണ് 9000-ന് മുകളിലൊക്കെയാണ് അപ്പോഴും ചാർജ് വരിക. ഡിപ്പെൻസ് അപ്പോൺ സാഹചര്യം അനുസരിച്ചായിരിക്കും. ഇനി ഞാൻ ഈ വീഡിയോ ഒരു ഡിസിഷൻ ലൈൻ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ 1-2 AC-യും പിന്നെ സാധാരണ ഒരു വീടുകളുണ്ടാവുന്ന കുറച്ച് എക്യുപ്മെന്റ്സും മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഉപയോഗം 5 കിലോ വാട്ട് ലോഡിൽ താഴെയാണെങ്കിൽ നമ്മൾക്ക് സിംഗിൾ ഫേസിൽ തന്നെ തുടരുന്നതാണ് നല്ലത്. AC-യുടെ എണ്ണം 2-ൽ കൂടുതലും അതുപോലെ തന്നെ നമ്മളുടെ ഇലക്ട്രിക് കാർ ചാർജിങ്, ഹൈ ലോഡ് എക്യുപ്മെന്റ്സ് മാത്രമല്ല 5 കിലോ വാട്ടിൽ കൂടുതൽ കണക്റ്റഡ് ലോഡ് വന്നിട്ട് നമ്മൾ അത്രയധികം ഉപയോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്രയും വേഗം 3 ഫേസിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്.